ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈം നമ്പറാണ്. അതിന് നമുക്ക് ഈ പ്രൈം നമ്പർ എന്നാണ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ചാറ്റ് ജി പി ടി ആയിട്ടോട്ട് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് തരാം. ഞാൻ ഇവിടെ വാട്ട് ഈസ് പ്രൈം നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈം നമ്പർ ആർ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് ഓർ no one positive element, other one this prime number only divided by evenly. അതായത് ആ ഒരു നമ്പർ കൊണ്ടോ മാത്രമേ നമുക്ക് അതിനെ പൂർണ്ണമായി റിമൈൻഡർ 0 വരുന്ന വിധത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ മാത്രമേ അത് പൂർണ്ണമായിട്ട് ഡിവൈഡ് ആകത്തുള്ളൂ. നമുക്ക് എക്സാമ്പിൾ എടുത്ത് തന്നിട്ടുണ്ട്. ഈ 2 എടുക്കുക. അതായത് ഈ 2 ആണ് ഓൺലി ഈവൻ പ്രൈം നമ്പർ. ഓക്കെ, അതായത് ഈ ഒരു 2നെ വേറൊരു 2 അതായത് ഈ ഒരു 2നെ നമുക്ക് ഇതേ ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. പിന്നെ 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിട്ട് വരും. പക്ഷേ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതായത് 2 ഏതെങ്കിലും ഒരു നമ്പർ റിമൈൻഡർ 0 ആയിട്ട് വരുമോ? ഇല്ല, അങ്ങനെ വരത്തില്ല. പിന്നെ ഇതാ 3നെ നമുക്ക് 3 വെച്ചും ഡിവൈഡ് ചെയ്യാം, പിന്നെ 1 വെച്ചും ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് 5നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാം, 1 വെച്ചിട്ട്. അതുപോലെ ഇതൊക്കെ അങ്ങനെ മാത്രമേ റിമൈൻഡർ വരത്തുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യാനുള്ളത്. ഞാനിവിടെ അറേ കൊടുത്തിട്ടുണ്ട്, ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ ഫോർ ലൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ കോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് എങ്ങനെ കോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു വേരിയബിളായിട്ട് വേണം, പിന്നെ ജെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ജെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനാ മുന്നേ തിരിച്ചറിയാനോ. അതായത് i=0 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈവൻ നമ്പേഴ്സ് 0 തൊട്ടിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് വേണ്ടി എല്ലാം ഞാനിവിടെ 0 കൊടുത്തു. ഓക്കെ, അത് ഈ അറേയിൽ ഇതില്ല, ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടിട്ടാണ്. ഓക്കെ, അതിന് വേണ്ടി ഞാൻ 0 കൊടുക്കുക. i ലെസ് ദാൻ ലിമിറ്റ് വരാം. ഓക്കെ, i++. ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വായിച്ചിട്ടില്ലേ, ഓൺലി 1, അതായത് ഗ്രേറ്റർ ദാൻ 1 മാത്രമേ ഇതുള്ളൂ എന്ന്, അതായത് ഈവൻ നമ്പർ ആയിട്ടുള്ളൂ എന്ന്. അതിനർത്ഥം ഈ ഗ്രേറ്റർ ദാൻ 1 എന്ന് വെച്ചാൽ 1 ഇല്ല, 2 തൊട്ടിട്ടാണ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 2നെക്കാട്ടും ചെറുതൊക്കെ നോൺ പ്രൈം നമ്പർ അല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇനി ഒരു കണ്ടീഷൻ കൊടുക്കാൻ പോകുന്നത്. ഇഫ് AR(i) ലെസ് ദാൻ 2 ആണോ ചെക്ക് ചെയ്യും. 2 തൊട്ടിട്ടല്ല പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യണം. ലെസ് ദാൻ 2 ആണെങ്കിൽ ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കും. അതായത് ലെസ് ദാൻ 2 അറേയിലെ എലമെൻറ്റ് ലെസ് ദാൻ 2 ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഇവിടെ വന്നാൽ അപ്പം തന്നെ ഇവിടുന്ന് കണ്ടിന്യൂ ആയിരിക്കും. അതായത് ഇവിടുന്ന് മേലോട്ടേക്ക് പോകും, i++ ചെയ്യും. ഇതിൻ്റെ താഴെയുള്ളതൊക്കെ ഇനി നമ്മൾ എഴുതാൻ പോകുന്ന കോഡൊന്നും അത് വർക്കാവില്ല. ഇവിടുന്ന് നേരെ കണ്ടിന്യൂ അടിച്ച് മേലോട്ടേക്ക് പോകും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് കൊടുത്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഫോർ ലൂപ്പ്, ജെ ലൂപ്പ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 വരെയുള്ള സംഖ്യയൊക്കെ ചെക്ക് ചെയ്തില്ല. ഇനി ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 തൊട്ടിട്ടാണ്. ഓക്കെ, എന്നിട്ട് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ കൊടുക്കേണ്ട കണ്ടീഷനാണ് AR(i) ഡിവൈഡഡ് ബൈ 2. ഓക്കെ, J++. അതിന് കൊടുത്തത് ഈ കോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് എന്താ, ഈഫ് കണ്ടീഷൻ്റെ അകത്ത് ഇത് ഏതെങ്കിലും ഒരു AR(i) ആ അറേയിലുള്ള വാല്യൂവിനെ ഏതെങ്കിലും ഒരു ജെ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇനി നോക്കണം. അതായത് മോഡാണ് ഉപയോഗിക്കേണ്ട ഓപ്പറേറ്റർ. ജെ ഈക്വൽ ടു 0 വരുമോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവം, അതായത് ഇതിൻ്റെ അകത്തുള്ള ഒരു വാല്യൂവിനെ കൊണ്ട് പൂർണ്ണമായിട്ടും ആ അറേയിലുള്ള വാല്യൂവിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ വന്നാൽ അതൊരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു നമ്പർ കണ്ട, അതായത് ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത്
ആ ഇറ്റ് സെൽഫ്, അതായത് ഐ അതേപോലെ തന്നെയുള്ള വേറൊരു വാല്യൂം വരില്ല. അതായത് 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുത്തത്. അതായത് AR(i) ആ അറയിലുള്ള വാല്യൂവിൻ്റെ പകുതി മാത്രമേ ഉള്ളിൽ കയറുന്നുള്ളൂ. അതായത് ആ അറയിലുള്ള വാല്യൂ ഉള്ളിലേക്ക് വരുന്നില്ല. ഓക്കെ, എന്നിട്ടാണ് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. 2 ഇട്ടിട്ട് ആ AR(i)/2 വരാം. അതിനർത്ഥം AR(i) വരുന്നില്ല, അതായത് അതേ വാല്യൂ ഇതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. അതിനർത്ഥം ഇത് വെച്ച് മോഡ് റിമൈൻഡർ 0 ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ ഫ്ലാഗ്, അതായത് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളും കൂടി ഇവിടെ അസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്ലാഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിക്കാം. എന്നിട്ട് ഫ്ലാഗ് ഈക്വൽ ടു 1ലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഒരു കേസ് ട്രൂ ആയിട്ടുള്ളിൽ വരുമ്പോൾ ഇവിടെ ഞാൻ ബ്രേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു അറയിൽ ഡിവൈഡ് ചെയ്തിട്ട് ഫ്ലാഗ് 1 അടിച്ച്, അതായത് അതൊരു പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം തന്നെ ഇവിടെ ബ്രേക്ക് അടിച്ച് പുറത്തേക്ക് പോകണം. ബ്രേക്ക് എന്ന് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു ഈഫ് ഈ ഒരു ഈഫിൻ്റെ ഉള്ളിലല്ല ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, ഈ ബ്രേക്കിനെ കുറിച്ച് അറിയണ്ടെങ്കിൽ ഞാൻ ഊപ്സിൻ്റെ അകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, ബ്രേക്കിൻ്റെയും കണ്ടിൻ്റെയും ആയിട്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, അപ്പോൾ വാച്ച് ചെയ്ത് നോക്കുക അതറിയാതെ. ഓക്കെ, ഇനി എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചെക്ക് ചെയ്യില്ല ഫ്ലാഗ് അസൈൻ 1, ഫ്ലാഗ് അസൈൻ 1 കൊടുത്ത്, അതായത് ഫ്ലാഗ് 1 ആകുന്നതൊന്നും ഒരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. അതായത് 1 ആകുന്നൊന്നും പ്രൈം അല്ലല്ലോ ഫ്ലാഗ്. ഈഫിൻ്റെ ഉള്ളിൽ ഈക്വൽ ടു ആണ് കൊടുക്കേണ്ടത്, അസൈൻ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. %d, AR(i) പ്രൈം നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കോഡ് കറക്റ്റായിട്ട് വർക്കാവുമോ നോക്കാം. വർക്കാവില്ല. വർക്കായിട്ടില്ലല്ലോ. ഈ 5 ഒക്കെ പ്രൈം നമ്പർ അല്ലേ. അത് എന്തുകൊണ്ടാണ് വർക്കാകാതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫ്ലാഗ് അസൈൻ 1 ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ഒരു ഈവൻ നമ്പർ ഫ്ലാഗ് ആയിട്ട് വന്ന് നോക്ക്, ഫ്ലാഗ് 1, അപ്പോൾ ഫ്ലാഗ് 0 ആണോ ചെക്ക് ചെയ്ത് തിരിച്ച് ഇവിടെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പിൽ നമ്മൾ തിരിച്ച് ഫ്ലാഗിന് 0ലേക്ക് അസൈൻ ചെയ്യാറുണ്ട്. ആ ഒരു പണി ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ. ഓക്കെ, ഫ്ലാഗ് തിരിച്ച് 0ലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു തവണ ചുറ്റി വന്നിട്ട് ഫ്ലാഗ് 1 ആയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ഫ്ലാഗ് 0 ആക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ കൊടുത്തു. ഇപ്പോൾ കോഡ് കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള എല്ലാ പ്രൈമും വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ വേറൊരു പ്രൈമായിട്ടുള്ള 19 നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം അല്ലാതെ 9 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതും കൂടി റൺ ചെയ്ത് നോക്കാം. പ്രൈം നമ്പർ കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതോടുകൂടി പ്രൈം നമ്പറിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഇനിയും ഒന്നും കൂടി നമുക്ക് ട്രൈ ചെയ്യാം. അതായത് പ്രൈം നമ്പറിനെ ഡിലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. പക്ഷേ അല്ല വേണ്ട, ഡിലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യനാണ്. അതായത് അതിൽ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് നമുക്ക്. അത് വേറൊരു വീഡിയോ ചെയ്യാം. പ്രൈം നമ്പറിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായി നോക്കുന്നു. ഇനി നമുക്ക് പ്രൈം നമ്പറിൻ്റെ സമ്മൊക്കെ കണ്ടെത്തേണ്ട പരിപാടി ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനൊക്കെ ഒരു സമ്മ് അസൈൻ ചെയ്യേണ്ടതുണ്ട്, ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. സം ഇവിടെ ജാവയിൽ നമ്മൾ സമ്മ് കണ്ടെത്തുന്നതാണ്. ഇവിടെ കറക്റ്റ് അസൈൻ 0 കൊടുത്തിട്ടില്ല തെറ്റും. പക്ഷേ ഇവിടെ കമ്പൈലറിനനുസരിച്ചിട്ടിരിക്കും. ഓൺലൈൻ GDPയിൽ ഇവിടെ എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വാല്യൂ 0ലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് സം ഈസ് ഈക്വൽ ടു പ്ലസ് ഈക്വൽ ടു AR(i) സമ്മ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം.
prime sum percentage 3 comma sum is 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൗണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ, അതായത് കാൽക്കുലേറ്റർ ഫസ്റ്റ് 2 പ്രൈം 3 പ്രൈം പിന്നെ 5 പ്രൈം പിന്നെയുള്ളത് 7 പ്രൈം പിന്നെ 9 പ്രൈം അല്ല 11 പ്രൈം പിന്നെയുള്ളത് 12 ഒരു പ്രൈം അല്ല 13 ഒരു പ്രൈമാണ്. ഇനി ഉള്ളത് 90 ഒരു പ്രൈം 60 നമുക്ക് കിട്ടിയത് കറക്റ്റാണ്. ഇനി നമുക്ക് ഈ സമ്മ് കണ്ടെത്തേണ്ട നമ്മൾ പഠിച്ചില്ലേ. ഇനി പ്രൈം നമ്പറിൻ്റെ കൗണ്ട് കണ്ടെത്തേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ സമ്മിനെ ഒഴിവാക്കുന്നില്ല, ജസ്റ്റ് ഞാനിവിടെ പ്രൈം നമ്പറിൻ്റെ കൗണ്ട് കണ്ടെത്താൻ കൗണ്ട് പ്ലസ് പ്ലസ് ഓക്കെ. എന്നിട്ട് ഞാനിവിടെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ അസൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ പെർസെൻറ്റേജ് ഈ സമ്മ് ഇവിടെ കണ്ടെത്തുന്നുണ്ട് സ്ലാഷ് കൗണ്ട് ഈസ് പെർസെൻറ്റേജ് ടി കൗണ്ട് ഇവിടെ കൊടുത്തത് കറക്റ്റാണ്, ഇവിടെ കൊടുക്കാൻ പറ്റും അതൊക്കെ ഇതേ സ്പെല്ലിംഗ് അല്ല അല്ലേ മാരിയുള്ള വീഡിയോ ഇപ്പം കൗണ്ട് കൗണ്ട് ഈസ് 7, അതായത് 1 2 3 4 5 6 7 ഓക്കെ. കൗണ്ടിങ് നമ്മൾ കണ്ടെത്തേണ്ട കൂടുതൽ പഠിച്ച്. ഈ കൗണ്ട് മാത്രം കണ്ടെത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതങ്ങ് ഒഴിവാക്കിയിട്ട് ഇത്രക്കും മാത്രം മതി. കൗണ്ട് ഈസ് അവിടെ 2 ഇത് കൊടുത്തിട്ടുണ്ട് ഓക്കെ. കൗണ്ട് ഈസ് 7. ഇനി ആവറേജ് എങ്ങനെ കണ്ടെത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കൗണ്ട് കണ്ട ആവറേജ് എന്താണെന്ന് ഞാൻ മുന്നേ ഉള്ള ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതാടെ ചെക്ക് ചെയ്താൽ മതി. ആവറേജ് ഒന്നാണ് ഓക്കെ. അത് ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ട് ലെങ്ത് കൂട്ടുന്നില്ല. ഇനി ആവറേജ് കണ്ടെത്താൻ നമുക്ക് അതിന് ജസ്റ്റ് എന്ത് ചെയ്യണം, സമ്മ് ഡിവൈഡഡ് ബൈ കൗണ്ട്. പെർസെൻറ്റേജ് ടി കിട്ടും. ഇപ്പം എന്തായി, നമുക്ക് കൗണ്ട് സമ്മ് ഡിവൈഡഡ് ബൈ കൗണ്ട് ആവറേജ് കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് അതെങ്ങനെ കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ കിട്ടിയ സമ്മ് 60 ഡിവൈഡഡ് ബൈ കൗണ്ട് 8 പോയിൻറ്റ് സംതിങ് ഉണ്ട്. ഇവിടെ ആൾ പെർസെൻറ്റേജ് ടി ആണ് ഇട്ടത്. ഇനി പെർസെൻറ്റേജ് ടി മാറ്റി പെർസെൻറ്റേജ് എഫ് ആക്കിയാലൊന്ന് മാറ്റുന്നതെന്ന് നോക്കാം. ഇല്ല, കാരണം വരത്തില്ല, ഡബിൾ എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതിന് കാരണമുണ്ട്. നമുക്ക് ഇത് ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് മാറ്റേണ്ടെങ്കിൽ ഇത് ഞാൻ വേറൊരു സാധനമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇതല്ല ഫ്ലോട്ട് ഒരു ആവറേജ് സെറ്റ് ചെയ്തിട്ട് ഫ്ലോട്ട് ഇങ്ങനെ കൊടുക്കാറ്. ഇപ്പുറത്ത് ഫ്ലോട്ട് ഓഫ് അതായത് ആവറേജിലേക്ക് ഈ ഒരു ഇൻറ്റീജർ വാല്യൂവിനെ ഫ്ലോട്ടിലേക്ക് നമുക്ക് മാറ്റിയെടുത്ത് ആവറേജിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ആവറേജ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആവറേജ് നേരത്തെ കാണിച്ച കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് 6 7 ഇത് മാത്രമേ ഉള്ളൂ.
ഞങ്ങൾ നേരത്തെ ChatGPT ചെയ്തപ്പോൾ അല്ല കാൽക്കുലേറ്റർ എൻ്റെ കാൽക്കുലേറ്റർ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നില്ല. എത്രയായിരുന്നു 60 ÷ 7. ഇവിടെ കാണാം എത്ര കാര്യം ഫ്ലോട്ടിംഗ് പോയിന്റ് ഇല്ലേ. അത്രക്കും ഫ്ലോട്ടിംഗ് പോയിന്റ് നമുക്ക് വിരുത്തണ്ടിക്കൽ ഡബിൾ യൂസ് ചെയ്താൽ പറ്റുന്നതാണ് പറഞ്ഞത്. ഞാൻ നോക്കിയിട്ട് ഇപ്പം ഈ ഒരു കേസിൽ ഞാൻ ഡബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഈ ഒരു കേസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇതിനകത്ത് നമുക്കൊരു പുതിയൊരു പ്രൈം കൂടി ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, വലിയ മാറ്റമൊന്നും കാണുന്നില്ല. ഡബിൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. %f തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഡബിൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നതാണ് ഈ ഒരു വീഡിയോയിൽ. പക്ഷേ ഈ ഡബിൾ നമ്മൾ വീഡിയോ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് ഊപ്സിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഈ ഡബിൾ എന്താണെന്ന് അറിയാത്തവർ അതൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്താൽ. ഇനി നമുക്ക് ഇവിടെ ഒരു കോഡും കൂടി കൊടുക്കാനുണ്ടാവും. ഏവറേജ് ഇതുപോലെ കൊടുത്താൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം ഏവറേജ് കണ്ടെത്തുന്ന ഇത് നോക്ക്, കൗണ്ടാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, ഏവറേജ് കണ്ടെത്താൻ ആ കൗണ്ട് 0 ആകുന്ന കേസിൽ എന്ത് ചെയ്യണമെന്ന് നമ്മളിവിടെ പറഞ്ഞില്ല. കൗണ്ട് 0 ആകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ല. അതും കൂടി കൊടുത്താൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പൂർണ്ണമായിട്ട് കൗണ്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ അടിയിൽ കൊടുത്ത പ്രിൻ്റ് വർക്കാവും. എൽസ് ആണെങ്കിൽ എന്താവും? എൽസ് ആണെങ്കിൽ എന്താവും? കൗണ്ട് ഈസ് നോ പ്രൈം ഈസ് ഫൗണ്ടഡ് സ്പെല്ലിംഗ് അങ്ങനെ വരിക ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോ പ്രൈം ഈസ് ഫൗണ്ടഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. എൽസ് കേസ്, അതായത് ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് വർക്കാവും. 0-നെക്കാട്ടും ചെറുതാണെങ്കിൽ 0 വരും. 0-നെക്കാട്ടും ചെറുതാണെങ്കിൽ നോ പ്രൈം ഈസ് ഫൗണ്ടഡ് എന്ന് കാണിക്കും. ഇനി അത് കൂടൊക്കെ വർക്കല്ല, കൂടൊക്കെ വർക്കാണ്. ഇനി ഇതിനകത്ത് നമുക്ക് പ്രൈം നമ്പറേ കൊടുക്കാണ്ട് ചെയ്ത് നോക്കാം. ഒന്ന് മാത്രം നോ പ്രൈം ഈസ് ഫൗണ്ടഡ്. ഇത് കറക്റ്റായിട്ട് കോഡ് വർക്കാകുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇതൊക്കെ ഈ പ്രിൻ്റ് ചെയ്യേണ്ട കാര്യമായാലും വേറെ എന്ത് കാര്യമായാലും ഞാൻ ഈ ഫോർ ലൂപ്പിൻ്റെ പുറത്താണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കൗണ്ട് അല്ലെങ്കിൽ പ്രിൻ്റ്, ആവറേജ്, സമ്മ് എല്ലാം കണ്ടെത്തുന്ന ഇത് കഴിഞ്ഞിട്ടാണ്. അതായത് ഈ ഫോർ ലൂപ്പ് ഫുള്ളായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സമ്മായാലും ആവറേജ് ആയാലും കൗണ്ട് ആയാലും കണ്ടെത്തുന്നതെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.